ആക്കണ ന്യൂ ഇയർ പൊളിഞ്ഞേ. ഒരു സത്യം കൂടെ പറയാം, ആ തോന്നൊരു ഇത്തിരിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഞങ്ങൾ സ്വിച്ച് ഇട്ടു. താല്പര്യമില്ല കാണാൻ, അതാണ്. തുടക്കമേ ഒരു കന്നാസ് വെള്ളം കുടിച്ചിട്ട് ഹാപ്പി ന്യൂ ഇയർ. അല്ല, 2024 ആദ്യത്തെ വിഷ്വൽ കോമഡി അങ്ങ് പൊളിഞ്ഞു. സുമേഷിന്റെ ശ്രീവിദ്യയുടെ പാട്ട് നിന്നത് ഭാഗ്യം. നമുക്ക് എന്നാ കനോണെന്ന് നിനക്കറിയാമോ? സുമയുടെ ഇത് പളിയെങ്ങനെ ഈ വർഷം എങ്ങനെയായിരിക്കും പറയാൻ പറ്റില്ല. പാളോട് പാളും. ഇവിടെ ഒരാള് വീരവധം അടിച്ചല്ലോ, പൊക്കോന്ന് പറഞ്ഞല്ലോ. പൊക്കോന്ന് നോക്കട്ടെ. ഇനി ആർക്കെങ്കിലും എടുത്ത് പൊക്കാനുണ്ടോ? ആരെങ്കിലും എടുത്ത് പൊക്കാനുണ്ടോ എന്ന് പറഞ്ഞെങ്കിൽ അല്ല, ഒരു ചായ കുടിച്ചിട്ട് വേണം. അനുക്കുട്ടിക്കും ഞങ്ങൾക്കും തങ്കു അനുവിനെ എടുത്ത് പൊക്കാൻ കാണാൻ ഒരു ആഗ്രഹം. എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അനുവിനെ പൊക്കാനല്ല. ഇനി ഞാൻ ഒരു കാര്യം ന്യൂ ഇയർ ആയിട്ട് ഞാൻ മാറ്റി ഒന്ന് പിടിക്കാം. ദേവിനന്ദെ പൊക്കാം. ദേവിനന്ദെ പൊക്കാം വേണമെന്നുണ്ടെങ്കിൽ. ശരി, ഓക്കെ. പക്ഷെ ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമല്ല. ആർക്കെങ്കിലും തുറന്നു പറയാം. അല്ല, ഒരു കാര്യം ചെയ്യൂ. പ്രേക്ഷകരെ ആഗ്രഹം എന്നാ അങ്ങനെ സാധിച്ചു പൊക്കാൻ പോവാണ്. ദേവിനന്ദ വരൂ. ഐശ്വര്യ പൊക്കൂ. അതിനെ ഫ്ലോറിൽ വിളിക്കൊടുക്കളാ. ഇതൊന്നും നിർത്തോ എന്നുള്ളൊരു വാർണിംഗ് നമ്മുടെ ഷോ ഡയറക്ടറിന്റെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഡീസന്റ് ആവണം. എനിക്ക് പറയാനുള്ള വളരെ സന്തോഷം. 2024 ഫ്ലവേഴ്സ് ചാനൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കളർ ഡ്രസ് ഇടാൻ സാധിച്ചു. അത് കമ്പനിയുടെ ആവശ്യപ്രകാരം ഞങ്ങൾ അത് കടൽ കൊള്ളക്കാരി റോമൻ പടയാളി കടൽ കൊള്ളക്കാരില്ലേ? പിന്നെ തലയിൽ തൊപ്പി, ഇങ്ങനത്തെ തൊപ്പിയും മറ്റൊരു കണ്ണ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കടൽ. എന്റെ സ്റ്റൈലിസ്റ്റ് ഇവിടെ ഓരോ വെറൈറ്റീസ് എന്നിൽ പരീക്ഷിക്കുമ്പോൾ നിങ്ങൾ ഉച്ചിച്ച് വിടുവാണോ? ഉച്ചിച്ചല്ല, സത്യം പോലെ നമ്മൾ പറഞ്ഞല്ലോ. ന്യൂ ഇയർ ആയിട്ട് ഒരു സന്തോഷ വാർത്ത അനു പറഞ്ഞായിരുന്നു. ഏപ്രിൽ ആരംഭിക്കുന്നു, മാർച്ച് നിർത്തുന്നു. പറഞ്ഞു തെറ്റിപ്പോയി. മാർച്ചിൽ ആരംഭിക്കുന്നു. ഫ്രഷ് വേണമെന്ന് പറഞ്ഞോ? തെറ്റിക്കണം. ഇത് എന്താ കുട്ടി ഇങ്ങനെ നിക്കണേ? എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയൂ. ഹാപ്പി ന്യൂ ഇയർ. 1 ഒരുമിച്ച് പറയാം. 2 3 ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഒരു കാര്യം പറയട്ടെ. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ നമുക്കൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഇന്ത്യ എന്റെ പെങ്ങളാണ്. അല്ല, ഇന്ത്യ എന്റെ സ്വന്തം രാജ്യമാണ്. അതൊന്നുമല്ല, ഇത് എന്റെ മനസ്സിൽ നിന്നുള്ളൊരു കാര്യം, എന്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. എല്ലാരും കുഞ്ഞിക്കൈ എങ്ങനെ വെക്കും? കുഞ്ഞിക്കൈയാണ് മുകളില്. നമ്മൾ ഈ 2024 മുതൽ നല്ല ഫ്രഷ്, നല്ല പുതിയ കൗണ്ടേഴ്സ് മാത്രമേ പറയുള്ളൂ. സുമേഷ വിട്ടോടോ. അല്ലല്ല, ഞാൻ ഓടില്ല. കാരണം ഞാൻ നല്ല ഫ്രഷ് കൗണ്ടർ പറയാറുള്ളൂ. ഞാൻ എന്തിനാ ഓടുന്നതിനാണ്? ശരി, എന്നാ തങ്കുന്റെ ഒരു ഫ്രഷ് കൗണ്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരാള് ആനപ്പുറത്ത് വരികയായിരുന്നു. ഫ്രഷാണ്, ഇടയ്ക്ക് ഫ്രഷ് ആണെന്ന് പറഞ്ഞ ആനപ്പുറത്ത് വരികയായിരുന്നു. ആന ഫ്രഷ് ആണോ? ആന ഫ്രഷാണ്. ഇന്ന് രാവിലെ ഉണ്ടാക്കിയതുള്ളതാണ്. അപ്പൊ ആന കയറി വരുന്ന സമയത്ത് കയ്യിലിങ്ങനെ പിടിക്കണമെന്നുണ്ടോ? അത് ഫ്രഷ് അല്ല, ഇത് സ്ഥിരം പരിപാടിയാണ്. ഒരു ആർച്ചിരിക്കുകയായിരുന്നു. 5 വർഷം മുമ്പുള്ള ഫ്രഷ്. അത് ഒരു ആർച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ആനക്കാരന്റെ തലയിൽ ആർച്ചേറിക്കൊള്ളുന്നു. അപ്പൊ ചോദിക്കുന്നു, എന്തുകൊണ്ട് ആ തലയിൽ ആർച്ചേറിക്കൊണ്ടു? ഞാൻ വിചാരിച്ചു ആന കുനിയുമായിരിക്കും എന്ന് വിചാരിച്ചു. എനിക്കൊന്നും സത്യത്തില് മനസ്സിലായില്ല. ഇവനെ ആ കേക്ക് മുറിക്കണ കൂട്ടത്തിൽ ഇവനെ മുറിച്ചാലോ? എനിക്ക് ഒരു കാര്യം, ഒരു പ്രശ്നം വേറെ ഒരെണ്ണം പറയാം. ഞാൻ മസ്കറ്റിൽ അടിച്ച ഒരു സാധനം പറയാം. ബേസിലല്ലോ, എന്നാൽ നമുക്ക് ബേസിലിനെ വിളിക്കാം. നല്ല പ്രശ്നമാണ്. 101 ചാട്ടമാറാടി എന്നെ അടിക്കൂ. റോമൻ പടയാളി എന്നെ അടിക്കൂ. ഇങ്ങനെ കേട്ടിട്ട് ഇവൻ പറയുമ്പോ തുന്നി കെട്ടാനായിട്ട് വള്ളി വരെയുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് ഇനി നീ മിണ്ടരുത്. ഇല്ല, ഞാൻ പറയൂലേ. നല്ലൊരു കയ്യിലൂടെ കൈ ഫ്രഷ് സാധന. ചേട്ടനെങ്കിലും ആ ഒരു
പ്രതിജ്ഞ നിറവേറ്റി. ഇതാടാ ബാഹുബലി തലവെട്ടി കളഞ്ഞ ഏതൊരു പടം. എങ്ങനെയുണ്ട്? ഞാൻ 2 കൗണ്ടർ ഇപ്പൊ പറഞ്ഞായിരുന്നു. അയ്യോ പേടിയാണോ? ഞാൻ 2 കൗണ്ടർ ഇപ്പൊ പറഞ്ഞായിരുന്നു. മെയിൻ സ്ഥലം അടഞ്ഞില്ല, ബാക്കിയെല്ലാം അടഞ്ഞു. ഒരു കാര്യം ചെയ്യ്, ഇനി നിങ്ങൾ പറ കൗണ്ടർ.